Hi friends, welcome to Pratap Tech. Realme 5 Pro അങ്ങനെ രണ്ട് ഫോണുകൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു. 5 Pro എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ കൂടുതൽ 5നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ ചുരുക്കി പറയാമായിരുന്നു. പക്ഷേ എങ്കിലും ഇത് 10,000 രൂപയ്ക്ക് ഒരു നല്ല ഫോണായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് വിശദമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ആ വീഡിയോ ഒരു ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും തോന്നി. അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ വീഡിയോ ആണത് Realme 5നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഒപ്പം തന്നെ മറ്റുള്ള ഫോണുകളുടെ കൂട്ടത്തിൽ ഇത് എങ്ങനെയുണ്ട് എന്നും കൂടി നമുക്ക് നോക്കാം. ഈ റേഞ്ചിൽ 10,000 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നത് Redmi Note 7, Realme 2 Pro, Realme U1, Asus'ന്റെ Zenfone Max Pro M2 അങ്ങനെയുള്ള കുറച്ചധികം ഫോണുകൾ കിട്ടുന്നുണ്ട്. ഈ ഫോണുകളുടെ ഇടയിൽ Realme 5 എങ്ങനെയുണ്ട്? Realme 5 ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിയർ സൈഡ് ഡിസൈൻ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് തീരുമാനിക്കുക. അതായത് കാണാൻ ഒരു ക്രിസ്റ്റൽ ഡിസൈൻ ആണ്. അത്ര വലിയൊരു അട്രാക്റ്റീവായ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്ലാസ്റ്റിക് ആണ് ബിൽറ്റ്, അല്ലാതെ ഗ്ലാസ് ഒന്നുമല്ല. ഫ്രണ്ട് സൈഡിൽ നമുക്ക് നോച്ച് ഡിസൈൻ സാധാരണ റേഞ്ചിൽ കാണുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി ഇത് HD+ ഡിസ്പ്ലേ ആണ്. ബാക്കി റേഞ്ചിൽ Redmi Note 7 അടക്കമുള്ള 2 Pro ആയാലും U1 ആയാലും Max Pro M2 ആയാലും ഒക്കെ അതുപോലെ വേറെ ഫോണുകളുണ്ടാവാം. ആ ഫോണുകളെല്ലാം തന്നെ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ തരും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഫുൾ HD+ ഡിസ്പ്ലേ ആണ് 10,000 രൂപ തൊട്ട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. കാരണം ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫോണിൻ്റെ മൊത്തം മീഡിയ കൺസംഷൻ ആയാലും ഗെയിമിംഗ് ആയാലും ഒക്കെ ആ ഡിസ്പ്ലേയിലാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് കൂടും. അതുകൊണ്ട് ഫുൾ HD+ ഡിസ്പ്ലേ എപ്പോഴും കുറച്ച് ക്വാളിറ്റി കൂടുതലാണ്. നമ്മളെപ്പോഴും അതാണ് പ്രിഫർ ചെയ്യുക. HDക്ക് മുകളിൽ പ്രിഫർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡിസ്പ്ലേ ഷാർപ്നെസ്സിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ഫോണുകൾ ഇതിനേക്കാൾ ബെറ്ററാണ്. പിന്നെ ഇതിനകത്ത് Gorilla Glass 3D പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ എന്ന് പറയാം. ഒരു വലിയ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എന്ന് പറയാനില്ല. ഒരു തരക്കേടില്ലാത്ത LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. HD+ ഡിസ്പ്ലേ ആണ്. ഇനി പെർഫോമൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ Snapdragon 665 ഈ ഒരു ഫോണിൽ വെച്ചിരിക്കുന്നത്. ഈ ബാക്കി പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫോണുകളും ആ റേഞ്ചിലെ മറ്റെല്ലാ ഫോണുകളും തന്നെ Snapdragon 660 അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റ് പ്രോസസ്സറുകളൊക്കെ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് Adreno 512 ആണ് 660 Snapdragon 660 ഫോണിലൊക്കെ കിട്ടുക. ഇതിലാവുമ്പോൾ 610 കിട്ടുക. കുറച്ച് ബെറ്റർ ആയ ഒരു GPU നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഹെവി ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഹെവി ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ Snapdragon 665 അടക്കം വരുന്ന Realme 5 കിട്ടും. അതേപോലെ തന്നെ 11nm ടെക്നോളജിയാണ്. അതുകൊണ്ട് ബാറ്ററി ലൈഫും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ കുറച്ച് ബെറ്റർ ആയ ഒരു പ്രോസസ്സർ Snapdragon 665 അപ്പോൾ പെർഫോമൻസ് വൈസ് കുറച്ച് ബെറ്റർ ആയ ഒരു ഫോൺ Realme 5 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും അതേപോലെ 3GB RAM 32GB വേരിയൻ്റാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അതിൻ്റെ പ്രൈസാണ് നമ്മൾ ഈ പറയുന്ന 10,000 രൂപ. ക്യാമറ ഉറപ്പായിട്ടും ഓൺ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 12 MP, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 MP, 2 MP മാക്രോ ലെൻസ്, 2 MP ഡെപ്ത് സെൻസർ, അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിലെ ആദ്യത്തെ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി വ്യത്യസ്തമായ ഒരു ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോണാണ്. സെൽഫി ക്യാമറ 13 MP ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ഫോണുകളെക്കാളും ബെറ്ററാണ്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 30 ഫ്രെയിം/സെക്കൻഡ്, സ്ലോ മോഷൻ ഉണ്ട്, EIS ഉണ്ട്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇതിൻ്റെ ക്യാമറ സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒരു നല്ല ക്യാമറ സെറ്റപ്പാണ്. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ആയി. അതിൻ്റെ ഒപ്പം തന്നെ പ്രൊസസ്സർ 11nm പ്രൊസസ്സറാണ്. ബാക്കിയുള്ള 660 റേഞ്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഫോണുകൾ നോക്കിയാൽ നമുക്ക് 14nm ടെക്നോളജി ഉള്ള Snapdragon 660 അതിനേക്കാൾ ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫ് പ്രൊസസ്സറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഫോണിന് കിട്ടും. കൂടിയ ബാറ്ററിയും വരും. അതിൻ്റെ ഒപ്പം നല്ല ഒരു പ്രൊസസ്സറും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയ ബാറ്ററി ലൈഫ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഒരു മൈനസ് ആയിട്ട് പറഞ്ഞ HD+ ഡിസ്പ്ലേ. ബാക്കിയുള്ള ഫോണുകളൊക്കെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇവിടെ HD ഡിസ്പ്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ബാറ്ററി കുറേ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഈ റേഞ്ചിൽ മറ്റ് പല ഫോണുകളെക്കാൾ മികച്ച ഒരു നിലവാരം ഈ ഒരു ഫോൺ കാഴ്ചവെക്കും. അപ്പോൾ ബാറ്ററി ലൈഫും പെർഫോമൻസും ക്യാമറയും മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആണ്. HD+ ഡിസ്പ്ലേ നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ പരിഗണിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ വിശദാംശങ്ങളെല്ലാം ആ ഫോണിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ആ വീഡിയോസൊക്കെ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. ഇനി ഇതിൻ്റെ സെയിൽ 27-ാം തീയതിയാണ്. ഓഗസ്റ്റ് 27-ാം തീയതി 12 മണിക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും Realme.com നിങ്ങൾക്കിത് വാങ്ങിക്കാം. പിന്നെ താമസിക്കാതെ തന്നെ അത് ഓഫ്ലൈനിലേക്കും എത്തിക്കാൻ അത് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഡേറ്റിലൊക്കെ ആയിരിക്കും സെയിൽ നടക്കുക. ഇനി ഇതിൻ്റെ പ്രൈസ് ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റ് 3GB RAM 32GB വേരിയൻ്റ് വരുന്നത് 9,999 രൂപയാണ്. അതേപോലെ 4GB RAM 64GB ഉണ്ട്. അതിന് 10,999 രൂപയാണ്. 4GB RAM 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതിന് 11,999 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് Realme 5നെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഹാൻഡ്സ് ഓൺ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.